ഒരു പക്ഷേ 8 ദിവസത്തേക്ക് വേണ്ടി മാത്രം ബഹിരാകാശത്ത് പോയിട്ട് 5 മാസത്തോളമായി ഇപ്പോൾ ബഹിരാകാശത്ത് കഴിയുന്ന ആദ്യത്തെ സഞ്ചാരി ഒരുപക്ഷെ സുനിത വില്യംസും കൂട്ടാളിയുമായിരിക്കും. നാസ പോലെയുള്ള ലോകത്തെ ഏറ്റവും സാങ്കേതിക സംവിധാനങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അവരെ അവിടെ എത്തിച്ചത് എങ്കിലും അവർ സഞ്ചരിച്ചിരുന്ന ബഹിരാകാശ വാഹനത്തിൻ്റെ തകരാറ് തന്നെയാണ് അവരെ ഇപ്പോൾ ശരിക്കും കുടുക്കിയിരിക്കുന്നത്. ബോയിങ് എന്ന അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ആ കമ്പനി നിർമ്മിച്ച ബഹിരാകാശ വാഹനമാണ് ഇത്തരത്തിൽ. മാത്രമല്ല, ബോയിങ് കമ്പനിയിലെ ജീവനക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ സമരത്തിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അവരുടെ സമരത്തിന് ഒത്തുതീർപ്പായത്. ബോയിങ് എന്ന വിമാന കമ്പനിയുടെ യശസ്സിന് കൂടി കളങ്കം വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ബഹിരാകാശ വാഹനം തകരാറിലായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്താണെങ്കിലും സുനിത വില്യംസ് തന്നെ നേരിട്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ല, താൻ ആരോഗ്യവതിയായിരിക്കുന്നുവെന്നും താൻ എത്രയും വേഗം തിരിച്ചു വരുമെന്നുമൊക്കെ പറയുന്നത് അവരുടെ വീട്ടുകാരെ മാത്രമല്ല, അവരുടെ വരവ് കാത്തിരിക്കുന്ന ലോകത്തെ എല്ലാവരെയും ഏറെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.